ഓരോ പ്രിയമുള്ളവർക്കും അവരുടെ ശരീരത്തിൽ അത് കാണുവാൻ, അവരുടെ മനസ്സിൽ അത് തെളിഞ്ഞു വരുവാൻ, ആത്മാവിൽ ആ വലിയ ചൈതന്യം കൊണ്ട് നിറയുവാൻ കർത്താവേ അവിടുന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ട് ആരെങ്കിലും പ്രയാസത്തോടെ നിൽക്കുന്നെങ്കിൽ ആണിപ്പഴുതേറ്റ യേശുവിന്റെ കരങ്ങൾ അവരുടെ മേൽ വയ്ക്കണമേ. ഒരു വാക്ക് മതി കർത്താവേ, ഒരു വാക്ക് കൽപ്പിച്ചാൽ ആമേൻ ഞങ്ങളുടെ പ്രിയമുള്ളവർ സൗഖ്യം പ്രാപിക്കും. ഞങ്ങളുടെ പ്രിയമുള്ളവരുടെ വിഷമതകൾ മാറും. ഞങ്ങളുടെ പ്രിയമുള്ളവരുടെ വേദനകളെല്ലാം വിട്ടുപോകും. ഒരു വാക്ക് പറയണമേ കർത്താവേ. സ്തോത്രം സ്തോത്രം. വചന ശുശ്രൂഷ നടത്തുന്ന ആമേൻ കർത്താവേ ദാസനെ കരങ്ങൾ സമർപ്പിക്കുന്നു. തിരുവെഴുത്തുകളിൽ നിന്ന് കർത്താവേ ശുശ്രൂഷ ചെയ്യുവാൻ അവിടുത്തെ ഭൃത്യനെ ബലപ്പെടുത്തണമേ. വചനത്തിന്റെ മർമ്മങ്ങളെ പ്രകാശിപ്പിച്ചു കൊടുക്കണമേ. പൊരുളുകളെ തിരിച്ചു തരണമേ. അത് ഗ്രഹിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ആത്മാവിന് ദൈവജ്ഞാനത്തിന്റെ ആവശ്യമുള്ളത് കൊണ്ട് ദൈവവചനത്തിന്റെ ജ്ഞാനത്താൽ ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണമേ. അഭിഷേകം ചെയ്ത ദൂത് ഞങ്ങളുടെ ദാസന്റെ പക്കൽ ഏൽപ്പിച്ച് ആമേൻ അത് കേൾക്കുന്ന ദൈവജനത്തിന് ആമേൻ ഒരു അനുഗ്രഹമായി തീരുവാനിടയാക്കണമേ. ലോകം മുഴുവൻ കർത്താവേ പുനരുദ്ധാനത്തിന്റെ ആമേൻ ഒരു ആഘോഷം നടത്തുമ്പോ ആമേൻ അന്ന് ഞങ്ങൾ ജീവിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ്. ആ ജീവന്റെ പുതുക്കത്തിൽ ഞങ്ങൾ നടക്കുവാൻ ആവശ്യമായ കൃപ കൊണ്ട് ഞങ്ങൾ എല്ലാവരും നിറയ്ക്കുമാറാകണമേ. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കെല്ലാവർക്കും വീണ്ടും ദിവസങ്ങളിലേക്ക് കടന്നു വരുവാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. എന്ന ലോകം മുഴുവൻ ഉയർപ്പിൻ്റെ ആഴ്ചയായി ആഘോഷിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് ഓർത്ത് കർത്താവിനെ നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. നാം സേവിക്കുന്ന ദൈവം മരിച്ച ദൈവമല്ല, നാം സേവിക്കുന്ന ദൈവം മരണത്തെ ജയിച്ച ദൈവമാണ്. ഹല്ലേലൂയ. എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ് നാം. നമ്മുടെ ജീവിതം പൗലോസ് പറയുന്ന പോലെ നാം ഈ ആയുസ്സിൽ മാത്രം അല്ലേ ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നുവെങ്കിൽ നാം എത്ര അരിഷ്ട മനുഷ്യരാണ്. എന്നാൽ നമ്മുടെ പ്രത്യാശ ഈ ആയുസ്സിൽ ഒതുങ്ങുന്നതല്ല, ഈ ആയുസ്സിനപ്പുറത്തേക്ക് പോകുന്നതാണ് ഒരു ദൈവ പൈതലിൻ്റെ പ്രത്യാശ. ഹല്ലേലൂയ. അതിനോട് ചേർന്ന് തന്നെ അല്പസമയം നമുക്ക് ചിന്തിക്കുവാനായി നമുക്കെല്ലാവർക്കും പരിചയമുള്ള 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ ചില ഭാഗങ്ങൾ ആ ഭാഗത്തുനിന്ന് തന്നെ പറയുവാൻ ആഗ്രഹിക്കുന്നു. അതിനായി നമുക്ക് ആദ്യമായി അതിൻ്റെ 54 മുതൽ 57 വരെയുള്ള വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മരണം, നമുക്കറിയാം മരണം എന്ന പ്രതിഭാസം ഇന്ന് ലോകത്തുണ്ട്. അതിനെ ജയിക്കുവാൻ, അതിനെ അതിജീവിക്കുവാൻ ഇന്നും ശാസ്ത്രജ്ഞന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്, എങ്ങനെ, എപ്പോൾ ഇത് സംഭവിക്കുന്നു, എന്തുകൊണ്ടാണിത് വരുന്നത് എന്നിന്നും ആർക്കും മനസ്സിലാകുന്നില്ല. നമ്മുടെ ക്രോമസോമിനകത്ത് അതിൻ്റെ ടിപ്പിൽ ഒരു സാധനമുണ്ട്. അതിൻ്റെ പേരാണ് ടെലോമിയേഴ്സ്. നമ്മുടെ ഓരോ സെല്ലും, നമ്മുടെ ബോഡിയിലുള്ള സെല്ലും റിപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈസ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കുറഞ്ഞൊരു പരിധിയാവുമ്പോൾ ഇത് ചെറുതായി കഴിയുമ്പോഴാണ് നമ്മുടെ സെല്ലിൻ്റെ റിപ്ലിക്കേഷൻ അവിടെ തീരുക. നമ്മുടെ ഒരു പ്രായം എത്തിക്കഴിയുമ്പോൾ നമ്മളൊക്കെ എന്തിനാ കണ്ണാടി വെക്കുന്നു അല്ലേ? നമ്മൾ പോയി മുഖമൊക്കെ ഒന്ന് പിന്നെയും നേരെയാക്കാൻ ശ്രമിക്കുന്നു. ഞാനാണെങ്കിൽ ലെൻസ് വെച്ചായിരിക്കുന്നത്. ഈ ലെൻസ് ഊരിയാൽ നിങ്ങളൊന്നും എനിക്ക് കാണത്തില്ല. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇതിനെ അതിജീവിക്കുവാൻ ഇന്നും മനുഷ്യന് കഴിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ഇപ്പോഴത്തെ ബില്യനേഴ്സും മില്യനേഴ്സും ഒക്കെ എന്താ ചെയ്യുന്നറിയാമോ? അവർ പറഞ്ഞിട്ടുണ്ട് $millions സ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അവർ മരിച്ചു കഴിയുമ്പോൾ അവരുടെ ശരീരം
ഒരു പ്രോസസ്സ്, ക്രയോ പ്രിസർവേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ വെക്കണമെന്ന് അവർ പറഞ്ഞിരിക്കുക. കാരണം എന്താണെന്നറിയാം, എപ്പോഴെങ്കിലും ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നെങ്കിൽ എനിക്ക് തിരിച്ചു വരണം. മനുഷ്യൻ്റെ ഉള്ളിൽ എനിക്ക് അമർത്യനായി ജീവിക്കണം എന്നുള്ള വലിയ ആഗ്രഹം മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. എന്താ കാരണമെന്നറിയാമോ? ദൈവം മനുഷ്യനെ അതിനു വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചത്. ഒരു മൃഗവും അതിനായി ആഗ്രഹിക്കുന്നില്ല. മൃഗങ്ങൾ മരിച്ചാൽ അത് മരിച്ചു, എനിക്ക് ജീവിക്കണമെന്നുള്ള ആഗ്രഹമൊന്നും മൃഗങ്ങൾക്കില്ല. എന്നാൽ മനുഷ്യന് അവൻ്റെ ഹൃദയത്തിൽ എങ്ങനെങ്കിലും എനിക്കൊരു ചിരഞ്ജീവിയായി മാറണം, എനിക്കെന്നും ജീവിക്കണം എന്നുള്ള ആഗ്രഹം മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് സഭാപ്രസംഗിയിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, നിത്യതയും മനുഷ്യൻ്റെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ഈ നിത്യത പ്രാപിക്കുവാൻ ദൈവം ആദിയിൽ മനുഷ്യന്റെ മേൽ ആഗ്രഹിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മരണം ദൈവം കൊടുത്തില്ല. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ, അതാണ് നാം റോമാലേഖനത്തിൽ വായിക്കുന്നത്, അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ദൈവം ലോകത്തിൽ സൃഷ്ടിച്ചിട്ടില്ല മരണം, എന്നാൽ പാപത്താൽ മരണം ലോകത്തിലേക്ക് നുഴഞ്ഞു കയറി. എന്നാൽ പാപം വന്നപ്പോൾ ദൈവം ഏദൻ തോട്ടത്തിൽ ഒരു കാര്യം ചെയ്തു. എന്താ ദൈവം ചെയ്തേ? ആദാമിനെ ഹവ്വായെയും ജീവവൃക്ഷത്തിലേക്ക് അയച്ചില്ല. ഈ പാപ ശരീരത്തിൽ നിത്യമായി ജീവിക്കുവാൻ ദൈവം അനുവദിക്കാതെ ഇതിനൊരു വീണ്ടെടുപ്പ് ദൈവം ഒരുക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ നിത്യജീവനായി നിത്യമായി ജീവിക്കുവാൻ ഒരുക്കി. എന്നാൽ ഈ പാപ ശരീരത്തിൽ ജീവിക്കാതിരിക്കേണ്ടതിന് ഈ കടന്നു വന്ന മരണത്തെ ദൈവം പ്രയോജനകരമായി മാറ്റി. ഹല്ലേലൂയ. ഈ മരണം വഴി മനുഷ്യനൊരു നിത്യജീവനിലേക്കുള്ള വഴി ദൈവം ഒരുക്കി. ഹല്ലേലൂയ. റോമാലേഖനം അതിൻ്റെ 5-ാം അധ്യായം 17-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. യേശുക്രിസ്തു എന്ന ഏക നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് മുഖാന്തരം നാം അനുഭവിക്കാൻ പോകുന്നത് നിത്യമായ ജീവൻ. ഹല്ലേലൂയ. ആ ജീവൻ ഈ ആയുസ് കൊണ്ട് ഒതുങ്ങുന്ന ജീവനല്ല, അത് നിത്യതയോളം ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 12-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിച്ചു, പാപം മരണം ലോകത്തിൽ കടന്നു, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ഈ ഉയർപ്പ് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല, സകല മനുഷ്യർക്കും ബാധകമാണ് ഈ ഉയർപ്പ്. ഹല്ലേലൂയ. കാരണം സകല മനുഷ്യരിലും ഈ പാപം പരന്നിരിക്കുന്നു. ഈ പാപത്തിൽ നിന്ന് വിജയം പ്രാപിപ്പാൻ, മറികടക്കുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. എന്നാൽ കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന യേശു 3-ാം നാളിൽ മരണത്തെ ഭേദിച്ചുയർത്തെഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇല്ല, ഏകൻ മുഖാന്തരം ഞാൻ നിങ്ങൾക്ക് ജീവൻ തരാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെയാണ് പുനരുത്ഥാനം. പണ്ടൊരാൾ ചെന്ന് മൈക്കിൾ ജാക്സണോട് ചെന്ന് ചോദിച്ചു, ഈ എങ്ങനെ ഈ മ്യൂസിക്കൊക്കെ പഠിച്ചേ? എനിക്കൊന്ന് പഠിക്കണമല്ലോ, എവിടെ പോയാ പഠിച്ചേ? അപ്പോൾ മൈക്കിൾ ജാക്സൺ പറഞ്ഞു, ഞാൻ എങ്ങും പോയി മ്യൂസിക് പഠിച്ചില്ല. എന്താ പറഞ്ഞറിയോ? ഞാൻ മ്യൂസിക്കാ. മനസ്സിലായോ? മൈക്കിൾ ജാക്സൺ, ഐ ആം മ്യൂസിക്.
എന്ന് പറഞ്ഞ പോലെ കർത്താവ് പറയാണ്, ഞാൻ എവിടെ നിന്നും പ്രാപിച്ചതല്ല ജീവൻ, ഞാൻ തന്നെ ജീവനാകുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യാശ ദൈവമക്കളെ ഏതാണ്? ഉയർപ്പിന്റെ ദിവസം നമ്മളോട് വിളിച്ചു പറയുന്നത് ഇതാണ്: നമുക്കൊരു ജീവൻ ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തതായി പുനരുത്ഥാനത്തിന്റെ ശക്തി നമുക്ക് തരുന്നത് എന്തുവാണ്? നമ്മുടെ വിശ്വാസം മരണത്തിനപ്പുറത്തേക്കാവും മാറും. നമ്മുടെ വിശ്വാസം ഉറപ്പിക്കും. നമ്മുടെ വിശ്വാസം ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ നാം നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്ന സ്ഥിതിയിൽ നിന്ന് അപ്പുറമായി അതിൻ്റെ അപ്പുറത്തേക്ക് പോകുവാൻ, നമ്മുടെ കാൽച്ചുവടുകൾ എടുത്തു വെക്കുവാൻ നമ്മളെ സഹായിക്കുന്നു. 1 കൊരിന്ത്യർ 15-16 വാക്യം നിന്ന് വായിച്ചാട്ടെ. 16 മുതൽ 20 വരെ. മരിച്ചവർ എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ നിന്ന് ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം, കർത്താവ് പറഞ്ഞു, ഞാൻ ഉയർക്കും, ഞാൻ ഉയർത്തു വരും, മരണത്തിനെ പിടിച്ചടക്കുവാൻ സാധിക്കുകയില്ല. പൗലോസ് പറയുന്നു, കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഇതൊരു കെട്ടുകഥയല്ല. നമുക്കറിയാം, നമ്മുടെ ക്രിസ്തീയ വിശ്വാസം നിൽക്കുന്നത് ഈ ഒരൊറ്റ സത്യത്തിലാണ്. ലോകം മുഴുവൻ ആദ്യ നൂറ്റാണ്ട് മുതൽ ഇതിനെ ഇല്ല എന്ന് തെളിയിക്കുവാൻ അനേകർ ശ്രമിച്ചെങ്കിലും അവർ ആ വിശ്വാസത്തിലേക്ക് വരുന്നതല്ലാതെ അവർക്കതിനെ തെളിയിക്കുവാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഈ സത്യം വെളിപ്പെടുത്തിയത് ഒരു സഹോദരിയിൽ കൂടെവാ. എത്ര മനോഹരം! ആ കാലത്ത് യാതൊരു വിലയുമില്ലായിരുന്ന ഒരു സ്ത്രീയുടെ നാവിൽ നിന്ന് അതെ അവൻ ഉയർത്തു എന്ന് പറയത്തക്കവണ്ണം ദൈവം ഉപയോഗിച്ചെങ്കിൽ അത്രമാത്രം സത്യമാണ്. യേശു ഉയർത്തു. ഹല്ലേലൂയ. 3-ാം വാക്യത്തോട്ട് നാം വായിക്കുമ്പോൾ, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി. മുന്നോട്ട് വായിക്കുമ്പോൾ, അനന്തരം 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അനന്തരം യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്ക് എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെ എനിക്കും പ്രത്യക്ഷനായി. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും പ്രത്യക്ഷമായിട്ടില്ലേ? ഹല്ലേലൂയ. നമുക്കും പറയാനുള്ള, ഇവിടെ ഇരിക്കുന്ന ഓരോ വിശ്വാസികൾക്കും, ഓരോ ദൈവ പൈതലിനും പറയാൻ കഴിയും. ഓരോ കാലങ്ങളിലായി, ഓരോ വർഷങ്ങളിലായി, കഴിഞ്ഞ നാളിൽ ഒരു നിമിഷം ദൈവം നമുക്ക് പ്രത്യക്ഷനായില്ലേ? അവൻ്റെ ഉയർപ്പിൻ്റെ ശക്തി കാരണമല്ലേ നാം ഇന്നിവിടെ ആയിരിക്കുന്നത്. നമുക്കും സാക്ഷ്യം പറയുവാനില്ലേ? അവൻ 500 പേർക്ക് പ്രത്യക്ഷനായി, അവൻ 12 പേർക്ക് പ്രത്യക്ഷനായി, അവൻ അകാല പ്രജ പോലെ എനിക്കും പ്രത്യക്ഷനായി. അടുത്ത വാക്യം നമുക്ക് പറയാം, എനിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം ആഴങ്ങളിലേക്ക് പോകുവാൻ ഈ പ്രത്യക്ഷതയുടെ ശക്തിയായിരിക്കണം പ്രതിസന്ധിയിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. 1 യോഹന്നാൻ 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ യോഹന്നാൻ ഇങ്ങനെ പറയുന്നു: ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും ഞങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ഈ ജീവന്റെ വചനം. ഹല്ലേലൂയ. ഇതാണ് ദൈവമക്കളെ നമ്മുടെ ഉറപ്പ്. ഈ ഉറപ്പായിരിക്കണം നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഇത് സത്യമല്ല എന്നും ഇതിൽ യാഥാർത്ഥ്യമില്ല എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ കഴിയണം, ഇതെൻ്റെ അനുഭവമാണ്,
യോഹന്നാൻ വിളിച്ചു പറഞ്ഞതുപോലെ ഓരോ ദൈവത്തിനും പറയണം, ഞാനിത് അനുഭവിച്ചതാണ്, ഞാനിത് നോക്കിയതാണ്, ഞാനിത് കണ്ടതാണ്, എൻ്റെ കൈ തൊട്ടതാണ്, അല്ലെങ്കിൽ അവൻ എന്നെ തൊട്ടതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതല്ലേ നമ്മുടെ സാക്ഷ്യം, ഇതല്ലേ നമ്മുടെ സാക്ഷ്യം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായി, യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് എന്താണ് നമ്മളെ വിളിച്ചറിയിക്കുന്നത്? നമുക്കും ഒരു പുനരുത്ഥാനമുണ്ട്, നമുക്കൊരു പുനരുത്ഥാനമുണ്ട്. നമുക്ക് വായിക്കാം 1 കൊരിന്ത്യർ അതേ 15-ാം അധ്യായം തന്നെ അതിൻ്റെ 20 മുതൽ 23 വരെയുള്ള വാക്യം വായിക്കാം. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ. ഹല്ലേലൂയ. നമുക്കൊരു പുനരുത്ഥാനമുണ്ട്. നമുക്കറിയാം, നമ്മുടെ ശരീരം ഈ ലോകത്തിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമുക്ക് പറയാൻ കഴിയും, അല്ല, ഈ കൂടാരം അഴിഞ്ഞു പോയാലും അതിന്മേൽ ഹല്ലേലൂയ ഒരു നിത്യമായത് ഞങ്ങൾ പ്രാപിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഞങ്ങൾക്കൊരു പുനരുത്ഥാനമുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്നറിയാമോ? യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഹല്ലേലൂയ. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ലോകം എന്നെ കാണത്തില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണും. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ പ്രത്യാശയുടെ, നമ്മൾ ദൈവത്തിലുള്ള ആശ്രയത്തിൻ്റെ, നമ്മൾ പ്രതികൂലത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്കൊരു കാര്യം ദൈവത്തോട് പറയാൻ പറ്റും, കർത്താവേ, നിന്നെ ഞാൻ കാണും. ലോകം കണ്ടില്ലെങ്കിലും, മറ്റുള്ളവർ കണ്ടില്ലെങ്കിലും ഞാൻ കാണും. ഹല്ലേലൂയ. കാരണം എന്നാണെന്നറിയാമോ? ബിക്കോസ് ഞാൻ ജീവിക്കുന്നത് കൊണ്ട്, കർത്താവ് പറയാണ്, നിങ്ങളും ജീവിക്കും. ഹല്ലേലൂയ. ഞാൻ ജീവിക്കുന്നത് കൊണ്ട്. ഇതാണ് നമ്മുടെ അടിസ്ഥാനം ദൈവമക്കളെ. നമ്മുടെ യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും. ഹല്ലേലൂയ. ഏതു മരണത്തിൻ്റെ ശക്തികൾക്കോ, ഏത് രോഗത്തിൻ്റെ ശക്തികൾക്കോ ഞങ്ങൾക്കെതിരെ വന്നാൽ, എനിക്കെതിരെ വന്നാൽ, എനിക്കൊരു കാര്യം പറയാൻ കഴിയും, നാറ്റം വമിച്ച ഒരു ലാസറിനെ ഉയർപ്പിക്കുവാൻ കഴിഞ്ഞെങ്കിൽ, ഹല്ലേലൂയ, പുനരുത്ഥാനവും ജീവനുമായ യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ ജീവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം ദൈവമക്കളെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച എല്ലാവരും കണ്ടു കാണുമായിരിക്കുമല്ലോ, ആർട്ടിമിസ് 2 ലിഫ്റ്റ് അപ്പ് ചെയ്ത് പോയത് കണ്ടോ? എല്ലാവരും കണ്ടോ? ഞാൻ ഇന്ന് രാവിലെ നോക്കിയായിരുന്നു എവിടെ വരെ എത്തിയെന്ന്. ഏകദേശം 3 അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും വലിയ രസം, അതിനകത്ത് പൈലറ്റ് ഒരു വിശ്വാസിയാണ്. ഇന്ന് രാവിലെ പുള്ളി ഈസ്റ്റർ മെസ്സേജ് കൊടുത്തു. കേട്ടായിരുന്നോ? അത് പോയി കേൾക്കണം. പുള്ളി കേൾക്കണം. പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, ഭൂമിയിലായിരുന്നാലും ചന്ദ്രനെ ചുറ്റിയാലും ഒരു കാര്യം വേണം, യേശുവിനെ എല്ലാവർക്കും വേണം. പുള്ളി അത് തുറന്നു പറഞ്ഞു. യേശു ഇല്ലാതെ പറ്റത്തില്ല എന്ന് പുള്ളി തുറന്നു പറഞ്ഞു. നിങ്ങൾക്കറിയാം, ഈ ഒരു റോക്കറ്റ് ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തിയിൽ നിന്ന് പുറത്തോട്ട് പോകുവാൻ എത്ര ഗ്യാലൻ എനർജി വേണമെന്ന് ഞാനൊന്ന് നോക്കിയായിരുന്നു. ഏകദേശം 2.8 മില്യൺ ലിറ്റർ ഓഫ് ക്രയോജനിക് ലിക്വിഡ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഇത്രയും എനർജി വേണം ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തിയിൽ നിന്ന് പുറത്തു വന്ന് ഈ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്ന് പോകാൻ. കാര്യം ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തി ഭയങ്കരമാണ്. നമ്മളെങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക ആ ഭൂമി. ഹല്ലേലൂയ. എന്നാൽ 3-ാം നാൾ ഒരു ശക്തി വന്നു. ആ ശക്തി ഭൂമിയോട് പറഞ്ഞു, നോ, നിന്റെ ഗുരുത്വാകർഷണ ശക്തിക്ക് ഇതിനെ പിടിച്ചു വെക്കുവാൻ കഴിയത്തില്ല.
ഒറ്റ വാക്കിനാൽ ഭൂമിയെ വിട്ടുതരിക. ഇവൻ എന്റെയാണ്, ഈ ശരീരം നിന്റെയല്ല, നീ എനിക്ക് വിട്ടുതരണമെന്ന് പറഞ്ഞപ്പോൾ ആ കല്ലുകൾ ഉരുണ്ടുമാറി. അവിടെ ജീവനായി യേശു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഓ ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തിയെ നിനക്കെന്നെ പിടിച്ചു വെക്കുവാൻ കഴിയത്തില്ല, ഞാൻ ജീവൻ തന്നെയാണ്. ഞാൻ ജീവൻ തന്നെയാണ്, നിനക്കെന്നെ പിടിച്ചു വെക്കുവാൻ കഴിയത്തില്ല. എന്നാൽ റോമാലേഖനത്തിൽ പൗലോസ് ഇങ്ങനെ വിളിച്ചു പറയുന്നു, 8-ാം അധ്യായം 11-ാം വാക്യം, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിലും വസിക്കുന്നു. ഹല്ലേലൂയ! ഇത്രമാത്രം ഗാലൻ ഓഫ് ലിറ്റേഴ്സ് ഈ ഭൂമിയിൽ നിന്ന് റോക്കറ്റിനെ ഉയർത്തുവാൻ വേണമെങ്കിൽ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയുണ്ടല്ലോ. നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി ഈ ഭൂമിയിൽ നിന്ന് നമ്മളെ പിടിച്ച്, ഈ ഭൂമിക്ക് നമ്മളെ പിടിച്ചു നിർത്തുവാൻ കഴിയത്തില്ല. ആ ശക്തി തന്നെ, ഹല്ലേലൂയ, നാം മുന്നോട്ട് വായിക്കുന്നു, മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ, എങ്കിൽ യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തി ഇതിനേക്കാളൊക്കെ വലുതാ ദൈവമക്കളെ. ഹല്ലേലൂയ! ഈ ലോകത്തിലെ ഒരു ശക്തിക്കും, ഓ ഹല്ലേലൂയ, ഈ ഭൂമിയിൽ ഇന്ന് നോക്കിയാൽ എത്രയോ കല്ലറകളിൽ മുഴുവൻ എല്ല് കഷ്ണമായി കിടക്കുന്ന ഓരോ ശരീരത്തെയും ഒരു ജീവനാക്കി മാറ്റുവാൻ അവൻ്റെ ശക്തി വരുമ്പോൾ, അവൻ്റെ കാഹളനാദം കേൾക്കുമ്പോൾ, ആ കാഹളനാദത്തിൻ്റെ ശക്തി 2.1 ലിറ്ററിൻ്റെ ഗ്യാസിനേക്കാളും പവർഫുൾ ആണ്. മറഞ്ഞു കിടക്കുന്ന ഓരോ മോളിക്യൂളിനെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു ശരീരമാക്കി എഴുന്നേറ്റ് നിൽക്കുവാൻ ശക്തിയുള്ള ആത്മാവാണ് നമ്മളിൽ വസിക്കുന്നത്. എത്ര വലിയ പ്രത്യാശയാണ് ദൈവമക്കളെ. നമ്മൾ ആരാ? ഹല്ലേലൂയ! നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ശക്തി എന്തുവാ? ഇന്ന് പകൽക്കാലം അത് തിരിച്ചറിഞ്ഞ് ഈ ഉയർപ്പിൻ്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ഇത് തിരിച്ചറിയുമ്പോഴാണ് ദൈവമക്കളെ കർത്താവ് പറഞ്ഞ ജീവൻ നമ്മളിൽ നിന്ന് പുറത്തോട്ട് വരണം, നമ്മളിൽ നിന്ന് പുറത്തോട്ട് വരണം. ഹല്ലേലൂയ! ചില ജീവിതങ്ങൾ, മരിച്ചു കിടക്കുന്ന ചില ജീവിതങ്ങൾ, നാറ്റം വലിച്ച ചില ജീവിതങ്ങൾ, ക്രിസ്തുവിൻ്റെ ജീവൻ വ്യാപരിപ്പാൻ നമ്മുടെ ഹൃദയങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തി പുറത്തോട്ട് വരുമ്പോൾ, ഹല്ലേലൂയ, അവിടെ ജീവൻ വ്യാപരിക്കും, അവിടെ ദൈവശക്തി വ്യാപരിക്കും. ഹല്ലേലൂയ! നാലാമതായി, ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം നമ്മളോട് വിളിച്ചു പറയുന്നത് നമ്മൾ രൂപാന്തരപ്പെടും. ഓ ഹല്ലേലൂയ! നാം ഇന്നിവിടെ കഴിഞ്ഞ ഒരു ദേവദാസൻ പണ്ട് പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, നമ്മളെല്ലാം ഇവിടെ ഇപ്പോൾ തിരിച്ചറിയുന്നത്, നമ്മളെയൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? നമ്മുടെ ചിലർ നീളം കുറഞ്ഞവർ, ചിലർക്ക് നീളം കൂടിയവർ, ചിലർ ഓരോ നമ്മളെ തിരിച്ചറിയുന്നത് നമ്മുടെ ഡിഫോർമിറ്റി കാരണമാണ്. നമ്മളൊന്നും ഇങ്ങനെ അല്ലായിരുന്നു. നമ്മളെ തിരിച്ചറിയുന്നത് അങ്ങനെ ഇപ്പോൾ. എന്നാൽ പൗലോസ് പറയുന്നു, അതിൻ്റെ 1 കൊരിന്ത്യർ 15:42 മുതൽ ഒന്ന് വായിക്കുമ്പോൾ, 42 മുതൽ 44 വരെയാ. ആമേൻ, ഹല്ലേലൂയ. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീക ശരീരമുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് നമ്മളോട് വിളിച്ചു പറയുന്നു, നമുക്കൊരു രൂപാന്തരം വരാൻ പോവുകയാണ്. അധികം കാലം താമസിക്കുന്നതിന് മുമ്പേ കാഹളനാദം വരുമ്പോൾ നമുക്കൊരു രൂപാന്തരം പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം അദ്രവത്വത്തിൽ ഉയർക്കുന്ന ഒരു ദിവസമുണ്ട്. നാം ദേവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു. പലപ്പോഴും ഹല്ലേലൂയ അപമാനത്തിൽ വിതയ്ക്കപ്പെടും. നമുക്കറിയാം, പല കാലകാലങ്ങളിലായി അനേക ദൈവദാസന്മാർ അനേക സ്ഥലങ്ങളിൽ രക്തസാക്ഷികളായിട്ട് മരിച്ചു. അവർ അപമാനത്തിൽ വിതയ്ക്കപ്പെട്ടു. എന്നാൽ ഒരു ദിവസമുണ്ടല്ലോ, ഒരു ദിവസം അവർ ഉയർത്തെഴുന്നേൽക്കും. അവർ തേജസ്സിൽ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്. അവരെ തകർത്ത് കളയുവാൻ ശ്രമിച്ചവരോട്, അവരുടെ ശരീരത്തെ കൊന്നവരോട് അതിന്റെ മുമ്പിൽ അവർ എഴുന്നേറ്റ് തേജസ്സിന്റെ ശരീരത്തിൽ നിൽക്കുന്നൊരു ദിവസമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബലഹീനതയിൽ വിതയ്ക്കപ്പെട്ടു. അനേകരുടെ ജീവിതത്തിൽ അവർ ബലഹീനരായി, അവരുടെ ശരീരം രോഗത്തിൽ അവർ വിതയ്ക്കപ്പെടുവാനിടയായി തീർന്നു. എന്നാൽ ഹല്ലേലൂയ, അവർ
ശക്തിയിൽ ഉയർക്കുന്നൊരു ദിവസമുണ്ട്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. മറ്റു ചിലർ ഏറ്റവും നല്ല ഒരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. ഹല്ലേലൂയ. അതേ ദൈവമക്കളെ, ഹല്ലേലൂയ. നമുക്കറിയാം അനേക ഭക്തന്മാർ, നമുക്കറിയാം എക്വഡോറിൽ പോയ മിഷണറിമാർ, ജിമ്മേലിയേറ്റ്, അവരുടെ 5 കൂട്ടുകാർ, ഇവരെല്ലാവരും അന്നവർ കുത്തേറ്റ അപമാനത്തിൽ, ബലഹീനതയിൽ അവർ മരിച്ചു, അവർ വിതയ്ക്കപ്പെട്ടു. എന്നാൽ ഒരു ദിവസം അവർ തേജസ്സിൽ പുറത്തു വരുന്ന ഒരു ദിവസമുണ്ട്, ശക്തിയിൽ പുറത്തു വരുന്ന ഒരു ദിവസമുണ്ട്. അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ആ എക്വഡോറിൽ ആദിവാസി, ഇവരുടെ കയ്യിൽ ഗണ്ണുണ്ടായിരുന്നു. ഇവരോട് ചോദിച്ചു, വൈ യു ഡിഡ്ന്റ് ഷൂട്ട്? ഞങ്ങൾ കുന്തം കൊണ്ട് വരുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളെ ഷൂട്ട് ചെയ്തില്ല? ആ ഒരു പോയിന്റാണ് അവരെ രൂപാന്തരപ്പെടുത്തിയത്. അവർക്കവരെ കൊല്ലായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് യേശുവുണ്ട്, ഞങ്ങൾ മരിച്ചാൽ ഞങ്ങൾ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്കൊരു നല്ല പുനരുത്ഥാനം വരും, നിങ്ങൾക്കതില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നറിയാമോ? ഗണ്ണെടുത്ത് മേളിലോട്ട് വെടിവെച്ചു അവരുടെ കുന്തം കൊണ്ട് അവർ മരിച്ചു പോകുവാനിടയായി തീർന്നു. ഈ വാക്യം അതാണ്, അവർ നല്ല ഉയർപ്പിനായി ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. ഹല്ലേലൂയ. 36-ാമത്തെ വാക്യം: വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാളുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അതേ ദൈവമക്കളെ, ഭക്തന്മാരായ ദൈവദാസന്മാർ, ദൈവമക്കൾ, അവർ പറഞ്ഞു, ഞങ്ങൾക്കൊരു നല്ല ഉയർത്തെഴുന്നേൽപ്പുണ്ട്, ഞങ്ങൾക്കൊരു നല്ല ശരീരം പ്രാപിക്കാൻ പോവാം, അതുകൊണ്ട് ഈ ശരീരത്തിന് എന്ത് ഭവിച്ചാലും ഞങ്ങൾ ക്ഷീണിച്ചു പോകത്തില്ല, ഞങ്ങൾ മടുത്തു പോകത്തില്ല. ഹല്ലേലൂയ. പൗലോസ് ഇങ്ങനെ പറഞ്ഞു, 2 കൊരിന്ത്യർ 5-ാം അധ്യായം: കൂടാരമാകുന്ന ഞങ്ങളുടെ ഭവനം അഴിഞ്ഞു പോയാൽ നിത്യഭവനം, ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിട്ടിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരിയുവാനല്ല, മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കിയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ടു ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിൻ്റെ അച്ചാരമായി തിന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ 6-ാം വാക്യം: ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോൾ ഒക്കെയും കർത്താവിനോടകന്ന് പരദേശികളായിരിക്കുന്നു എന്നറിയുന്നു. കാഴ്ചയാലേ അല്ല, വിശ്വാസത്താൽ അത്രേ. ഹല്ലേലൂയ. ഒരു ദൈവത്തിന് പറയുവാൻ കഴിയും, ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി കണ്ടവർ, ഈ രൂപാന്തരപ്പെടുന്ന ശരീരത്തെ ആത്മാവിൽ കണ്ടവർക്ക് പറയുവാൻ കഴിയും, ഞങ്ങൾ കാഴ്ചയാലേ അല്ല, വിശ്വാസത്താൽ അത്രേ. ഹോ ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ കാണുന്നത് പലതും ക്ഷണികമെങ്കിൽ, കാണുന്നതും പലതും നമുക്ക് വലിയ പ്രതീക്ഷ തരുന്നില്ലെങ്കിലും, എന്നാൽ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് കഴിയുമ്പോൾ, വിശ്വാസത്തിൽ നടന്നു കഴിയുമ്പോൾ ഒരു പ്രതികൂലത്തിനും ഒരു ഉപദ്രവത്തിനും നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർത്ത് കളയുവാൻ കഴിയത്തില്ല. ഇതാണ് ഉയർപ്പിൻ്റെ ശക്തി. ഹല്ലേലൂയ. അവസാനമായി 5-ാമത്തെ കാര്യം, 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 58 അവസാനത്തെ വാക്യം, 58-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ആകയാൽ അതുകൊണ്ട് പൗലോസ് ദൈവമക്കളോട് പറയുകയാണ്, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല. ഈ ഉയർപ്പ് നമ്മളോട് വിളിച്ചു പറയുന്നത്, നിങ്ങൾ പ്രയത്നം ഈ ലോകത്തിൽ ആരും നിങ്ങളെ എൻകറേജ് ചെയ്തില്ലെങ്കിലും സ്വർഗം ഇത് കാണുന്നുണ്ട്. സ്വർഗം പറയുന്നു, പലപ്പോഴും ലോകം പറയും ഇത് വ്യർത്ഥമാണ്, ഇതുകൊണ്ടൊരു പ്രയോജനമില്ല, നിങ്ങളുടെ ജീവിതം കൊണ്ട് അർത്ഥമില്ല എന്ന് ലോകം പറയുമ്പോൾ
ഒരു ദൈവപൈതല് ഉയർപ്പിന്റെ ശക്തി അനുഭവിച്ച ദൈവപൈതല് പറയുവാൻ കഴിയും, ഇല്ല, ഇത് വ്യർത്ഥമല്ല, ഇത് വ്യർത്ഥമല്ല. ഹല്ലേലൂയ, ഇത് വ്യർത്ഥമല്ല. 52 വാക്യം മുതൽ അതുകൊണ്ട് വായിച്ച് നമുക്കിവിടെ അവസാനിപ്പിക്കാം. 52 മുതൽ ഒന്ന് വായിച്ചാട്ടെ. മുന്നോട്ട് വായിച്ചോ. യെസ്, നിവൃത്തിയാകും. ഹേ മരണമേ, ആമേൻ, ഹല്ലേലൂയ. നാം ഇവിടെയാണ് ആരംഭിച്ചത്. ഈ അനുഭവമുള്ളവർ വിളിച്ചു പറയുന്നൊരു ദിവസം നിവൃത്തിയാകാൻ പോവുകയാ. ഹല്ലേലൂയ. കാഹളനാദം ധ്വനിക്കുമ്പോൾ നാം എല്ലാവരും രൂപാന്തരപ്പെട്ട്, ഹല്ലേലൂയ, യോഹന്നാന്റെ സുവിശേഷം 1 യോഹന്നാൻ 3:1 പറയുന്നു, നാം ആയിരിക്കുന്നു എന്ന് ഇപ്പോൾ നാം അറിയുന്നില്ല, എന്നാൽ അവൻ വരുമ്പോൾ നാം അവനെ പോലെയായി മാറും. അന്നേരം നാം വിളിച്ചു പറയും, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളെവിടെ? ക്രിസ്തുവിന്റെ ഉയർപ്പിനാൽ ഞങ്ങൾ പ്രാപിച്ചൊരു ജയമുണ്ട്. അതുകൊണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും പറയുവാൻ കഴിയും, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമാണ് എനിക്ക് ജയം. കർത്താവിന്റെ ഉയർപ്പ് എന്നോട് വിളിച്ചു പറയുന്നു, ഞാൻ ജയാളിയാണ്. കർത്താവിന്റെ ഉയർപ്പ് എന്നോട് വിളിച്ചു പറയുന്നു, ഞാൻ ഒരു ദിവസം രൂപാന്തരപ്പെടും. കർത്താവിന്റെ ഉയർപ്പിനോട് വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, മരണത്തിനപ്പുറത്തൊരു ജീവനുണ്ട്. കർത്താവിന്റെ ഉയർപ്പിനോട് വിളിച്ചു പറയുന്നു, എൻ്റെ മേൽ വ്യാപരിക്കുന്നത് ക്രിസ്തുവിന്റെ ജീവനാണ്. ഓ ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിലേക്ക് അല്പനേരം സമർപ്പിക്കാം. കർത്താവേ, ഈ പ്രഭാത സമയത്ത് ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ അങ്ങയുടെ ഉയർപ്പിനെ ഘോഷിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ, ആ ഉയർപ്പിൻ്റെ ശക്തി വ്യാപരിപ്പാൻ സ്വർഗമിടയാക്കണമേ. ഹല്ലേലൂയ. ഞങ്ങൾ ചെയ്യുന്നതൊന്നും വ്യർത്ഥമല്ല. ഇതൊരു ദിവസം വെളിപ്പെടുന്ന ദിവസമുണ്ടെന്നുള്ള ബോധ്യത്തോടെ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വലിയ ഉയർപ്പിന് വേണ്ടി കാത്തിരിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ പലരും പല കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്നു. എന്നാൽ ഒരു ദിവസമുണ്ട് ഞങ്ങളുടെ താഴ്ചയുള്ള ശരീരം ജീവനുള്ള, ഹല്ലേലൂയ, അമർത്യമായത് പ്രാപിക്കാൻ പോകുന്ന ഒരു പുനരുത്ഥാനത്തിൻ്റെ ദിവസമുണ്ട്. ആ കാഹളനാദം കേൾക്കുവാൻ, ഹല്ലേലൂയ, ഈ ഭൂമി പിടിച്ചു വച്ചിരിക്കുന്ന സകലത്തിനെയും ആ കാഹളനാദത്തിന് മുമ്പിൽ ഈ ലോകത്തിലെ ഒരാർക്കും ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത ശക്തിയാൽ ആ കാഹളം ധ്വനിക്കുമ്പോൾ, ഹല്ലേലൂയ, കർത്താവിൽ നിദ്ര പ്രാപിച്ചവർ അക്ഷയമായി ഉയർക്കുകയും അന്ന് ജീവനോടിരിക്കുന്ന നാം രൂപാന്തരം പ്രാപിക്കുകയും, ഹല്ലേലൂയ, ചെയ്യത്തക്കവണ്ണം ആ ആത്മാവാണ് ഇന്ന് നമ്മളിൽ വ്യാപരിക്കുന്നത്. ഇന്ന് പകൽക്കാലം കർത്താവിനോട് നമുക്ക് പറയാം, കർത്താവേ, ഈ ജീവൻ എന്നിൽ നിന്ന് പുറത്തു വരുവാൻ, ഈ ജീവൻ അനേകരെ ജീവിപ്പിക്കുവാൻ, ഹല്ലേലൂയ, ഈ ലോകത്തനേകർ ഇന്നും പാപത്തിൽ കിടക്കുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ ഉയർപ്പ് മുഖാന്തരം അവർ പാപത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നു വരുവാൻ, നിത്യമായ മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് കടന്നു വരുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പ്രഭാത സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനം എൻ്റെ ജീവിതത്തിലും കേൾക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും ശക്തിയായി ബലമായി മാറുവാൻ സ്വർഗമിടയാക്കണം. അവിടുന്ന് നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു കർത്താവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടുകൂടെയും ഇനി നടക്കുന്ന സർവീസിനോട് കൂടെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.